പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകൾ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ റോസാപ്പൂവാണ് കേട്ടോ. അത് പറിച്ച് അതിനെ ഇങ്ങനെ ഇതളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. അതിൽ ചെറിയ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയെടുത്തു. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് ചെറുപയർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ചെറുപയർ പൊടിയെടുത്തു. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റോസാ ഇതളുകളില്ലേ, അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തു. ഒരു സ്പൂൺ വെള്ളവും ചേർത്താൽ മതി. നല്ലതായിട്ട് അല്ലെങ്കിലും അരഞ്ഞ് കിട്ടും. അങ്ങനെ നല്ലതായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്, കണ്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് ഉള്ള ചെറുപയർ പൊടിയില്ലേ, അതും കൂടെ ഇതിലേക്ക് ഈ റോസാ ഇതളുകൾ അരച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ഇട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കിട്ടും. അതിലേക്ക് നമ്മളൊരു 15 ml വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടും അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ. അപ്പം നമുക്ക് ഈ ഒരു കളറിലായിരിക്കും അത് കിട്ടുന്നത്. ആ വെളിച്ചെണ്ണയും ചെറുപയർ പൊടിയും റോസാ ഇതളും എല്ലാം കൂടെ അരച്ചതും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സോപ്പ് ബേസാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നമ്മൾ 250 ഗ്രാം സോപ്പ് ബേസ് എടുത്തു. എന്നിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ മുറിച്ചിട്ട് നമ്മളതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മളിതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതിനെ ഒരു ലിക്വിഡ് ഫോമിലാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് സോപ്പ് മോൾഡ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. സോപ്പ് മോൾഡിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുരട്ടില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് തൂത്ത് വെച്ചു. ഇനി ഇതില്ലെങ്കിൽ നമ്മൾ പേപ്പർ കപ്പായാലും മതി. അപ്പോൾ സോപ്പ് മോൾഡൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോപ്പ് ബേസ് 250 ഗ്രാമാണ് എടുത്തതെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് 125 ഗ്രാമിൽ കൂടാൻ പാടില്ല. ഇതിപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൗളിൽ വെച്ചിരുന്ന വെള്ളം തിളച്ചല്ലോ. അപ്പോൾ അതിലേക്ക് വേറൊരു ബൗളിൽ നമ്മൾ ആ പീസാക്കിയ സോപ്പ് ബേസ് ഇട്ട ശേഷം നമ്മളതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും കട്ടിയാവുന്ന പോലൊക്കെ ആവും. ഇളക്കി അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റാവും. അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ലിക്വിഡ് ഫോം കിട്ടും. അങ്ങനെ ഫുള്ളായിട്ട് ലിക്വിഡ് ഫോം ആയ ശേഷം നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് അരച്ചു വെച്ചിരുന്നില്ലേ, ഏതൊക്കെയാ? റോസാപ്പൂവിൻ്റെ ഇതൾ അരച്ചതും ചെറുപയർ പൊടിയും വെളിച്ചെണ്ണയും, ഇത് മൂന്നും അരച്ച് വെച്ചിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ സോപ്പ് ബേസിലോട്ട് ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളത് സോപ്പ് മോൾഡിലേക്കും മാറ്റണം. എന്നിട്ട് നമ്മളൊരു 24 hours വെയിറ്റ് ചെയ്യണം. ഇത് കണ്ടോ, ഉറുമ്പിനെ കണ്ടോ? നമുക്കൊരു ഓർഗാനിക് സോപ്പ് തന്നെയാണ് കിട്ടുന്നത്, മറ്റ് കെമിക്കൽസ് ഒന്നുമില്ല. ഇത് നമ്മൾ ഒരു 24 hours വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ ഉറുമ്പ് വന്നിരുന്നു. അത് വേറെ നമ്മൾ കെമിക്കലൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, പെർഫ്യൂമും ആഡ് ചെയ്തിട്ടില്ല, കളറും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയൊരു സോപ്പ്. അന്ന് നമ്മൾ സോപ്പ് മോൾഡ് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ തന്നെ തുളസി നീര് മാത്രമാണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തത്, തുളസി നീരും വെളിച്ചെണ്ണയും. അപ്പോൾ അങ്ങനെ അന്ന് സോപ്പ് മോൾഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പേപ്പർ കപ്പിലാണ് ഇത് ഒഴിച്ചു വെച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 24 hours വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടി. പിന്നെ ഞങ്ങൾ കട്ട് ചെയ്ത് സോപ്പായിട്ട് ഉപയോഗിച്ചു. നല്ല സോപ്പായിരുന്നു. തുളസിയുടെ എക്സ്ട്രാ ഒരു മണമൊന്നും പെർഫ്യൂം ആഡ് ചെയ്യാത്തതുകൊണ്ട് തുളസി നീരിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു, നല്ലൊരു മണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ തുളസി നീരിൻ്റെ ഒരു ഓർഗാനിക് സോപ്പാണ്. ഇത് എളുപ്പമാണ്, വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ.